ഇതിന്റെ റേറ്റിംഗ് ഇതിന്റെ റേറ്റിംഗ് ഒരു 30+ ആക്കണം, 18+ ആക്കിയ പോരാ. അത് പിള്ളേരെ കൊണ്ട് ചിന്തിക്കാൻ പോലും ആണെങ്കിൽ പോലും പറ്റത്തില്ല. സൂപ്പർ, ഒരു രക്ഷയില്ല. ഗംഭീരമായിട്ടുള്ള സിനിമ, മലയാളത്തിലെ ഫസ്റ്റ് ടൈം. ഓൾറെഡി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അല്ല, ഇത് എന്താണ് ഒരു സിനിമയുടെ ഫസ്റ്റ് ഡേ എനിക്ക് തോന്നുന്നു ഇത്രയും സിൻസിയർ ആയിട്ട് ഓണസ്റ്റ് ആയിട്ട് ഇത് പറഞ്ഞ ആൾക്കാർ വേറെ ഉണ്ടാവില്ല. ഒരു സിനിമാക്കാരും ഇത്രയും അണിയറ പ്രവർത്തകർ ഇത്രയും ഓണസ്റ്റ് ആയിട്ടില്ല. കാരണം ഫസ്റ്റ് ഡേ തൊട്ട് പറയാന്ന് എക്സ്ട്രീം വയലൻസ് ആണ്, കാണേണ്ടവർ കണ്ടാൽ മതി എന്നുള്ളത് ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഇത് ഒരു എക്സ്ക്യൂസായി പറയാൻ പറ്റില്ല. ആണോ? അങ്ങനെയാണോ? എന്നാ പിന്നെ മിസ്സായി പോയല്ലോ. ആണോ? എല്ലാവരും പെർഫോമൻസും ഗംഭീരമാണ്. യെസ്, എക്സ്ട്രീംലി. എല്ലാവരും ഓൾറെഡി അടിപൊളി ആക്ടേഴ്സ് അല്ലേ. പക്ഷെ സ്വാഗ്, ഉണ്ണി മുകുന്ദൻ, ഓ മൈ ഗോഡ്, ഭയങ്കര ഇൻസ്പിറേഷൻ. അതെ അതെ അതെ, ഇൻസ്പിറേഷൻ ഉണ്ട്. അതിന്റെ ഇൻസ്പിറേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്നാലും ഇത് ഗംഭീരമായി പോയിട്ട് നമ്മൾ സ്വപ്നം കണ്ടൊരു സിനിമയാണ്. ഇതുപോലത്തെ ഒരു സിനിമ മലയാളത്തിൽ ഉണ്ടാവും നമ്മൾ ആഗ്രഹിച്ചിരുന്നു. അത് വന്നു എന്നുള്ളതാണ്. ടോട്ടലി സാറ്റിസ്ഫൈഡ്. സൂപ്പർ മൂവി. അത് സത്യം സത്യം ആകെ തോന്നിയൊരു കാര്യം അത് വില്ലന് പെട്ടെന്ന് അത് തീർന്ന പോലെ. അത് സ്പോയിലർ ആയിപ്പോട്ടെ, അതുകൊണ്ട് പറയുന്നില്ല. പക്ഷെ കുറച്ചുകൂടി അവനെ മറ്റേ ചേട്ടൻ ഒരു റിവ്യൂ പറഞ്ഞു, അവനും മുഖത്ത് പിടിച്ചിട്ടുണ്ട് അതുപോലെ തോന്നി. പക്ഷെ അത് പെട്ടെന്ന് തീർന്ന പോലെ തോന്നല്ലോ. അപ്പോ താങ്ക് യു സോ മച്ച്. പോളി സിനിമയാണ്. സിനിമയില് സൈറസ് എന്ന് പേരിട്ട ഇവന്റെ പേര് എന്റെ പേര് സൈറസിനാണ്. അതെന്റെ വലിയ കാര്യം. ഇപ്പൊ ഞാൻ ചെറുതാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വലുതാകുമ്പോഴത്തേക്കുള്ള ഇതാണ് പറയുന്നത്. പൊളിയാണ്. ഉണ്ണിമുഖൻ ജീവിച്ചു. സിദ്ദിഖ് പൊളിയായിരുന്നു. ജഗദീഷ് കൊള്ളാണ്. അവസാനത്തെ ഒരു കിട്ടില്ല. മാർക്കോ ഒന്നും പറയണ്ട. ഇതുപോലൊരു പടം എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സൂപ്പർ പടം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. അടിപൊളി സൂപ്പർ. സത്യത്തിൽ ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ പടം നമ്മളെ കേരളത്തിൽ കണ്ടിട്ടില്ല. ഇത് കാണാനുള്ള ഒരു ഫിലിമാണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. എന്നാലും ഇത് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പറ്റുള്ളൂ. നമ്മൾ മാർക്കോ എന്ന ആളെ മനസ്സിലാക്കുക ആദ്യം. ആ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഫിലിം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് കൊള്ളില്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് നല്ല ഫിലിമാണത്. ഗുഡ് നൈറ്റ്. നല്ല ഒരു അഭിനയമാണ്. അവരുടെ നല്ല ഒരു അഭിനയമാണ്. എല്ലാം കൊള്ളാം. നല്ല സൂപ്പറാണ്. ഈ മാർക്കോ എന്ന് വെച്ചാൽ ആരെന്ന് ആദ്യം മനസ്സിലാക്കുക. അതല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ആരെന്ന് ഇഷ്ടപ്പെട്ടു. വയലൻസ് കൂടുതൽ പറയാനുള്ള മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഇത്രയും വയലൻസ് ഉള്ള ഒരു പടമാണ്. അവര് പറഞ്ഞ പോലെ ക്രൂ പറഞ്ഞ പോലെ തന്നെ ഒരു ഭയങ്കരമായിട്ട് അൾട്ടിമേറ്റ് കൊള്ളായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അടിപൊളി പടം. പൊളി പടം. വയലൻസ് പ്രതീക്ഷിച്ചിരുന്നു കൂടുതൽ പൊളി. ഉണ്ണിമതൻ പൊളിച്ച്. ഓ മൈ ഗോഡ്, കിടില. ജഗദീഷ് ചേട്ടനും സിദ്ദിഖൊക്കെ എങ്ങനെയുണ്ട്? പുള്ളിയൊക്കെ ജഗദീഷ് ചേട്ടൻ കൊള്ളായിരുന്നു. മാർക്കാണ് കണ്ടത്. അതെ, എങ്ങനെയുണ്ട്? ഭയങ്കര ഡാർക്ക്. അവര് പറഞ്ഞിരുന്നല്ലോ വയലൻസ് ഇവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ പടത്തില്. ഇല്ല, ഓക്കെ. ഇവിടെ എങ്ങനെയുണ്ട്? എങ്ങനെയാ പിള്ളേർക്ക് കാണാൻ പറ്റും? അത് എന്തെങ്കിലും പേടിച്ചായിരുന്നു ഇടയ്ക്ക് എപ്പോഴെങ്കിലും? പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടല്ലോ? എങ്ങനെയുണ്ട്? അടിപൊളി. എന്താ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്? ഇഷ്ടപ്പെട്ട വയലൻസ് തന്നെ. ഇതുവരെ കാണാത്ത ഐറ്റം വയലൻസ് ആണ്. എങ്ങനെ നമ്മൾ അനിമൽ കില്ലൊക്കെ വെച്ചിട്ട് അല്ല, ഇതൊന്നും മലയാള സിനിമയിൽ ഇത്ര വലിയ വയലൻസ് ഇതുവരെ വന്നിട്ടില്ല. അടിപൊളി. എല്ലാരും നല്ലപോലെ അഭിനയിച്ചിരുന്നു. അതിലിപ്പോ ലാസ്റ്റ് ഒന്നല്ല, പിന്നെ ജഗദീഷ് അടിപൊളിയാ. ഞെട്ടിച്ചത് മൊത്തത്തില് ഒരു വയലൻസ് കൊണ്ട് ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. വയലൻസ് എന്ന് വെച്ചാൽ നല്ല ഡയറക്ഷൻ എല്ലാം കൊള്ളായിരുന്നു. ജഗദീഷ് ചേട്ടനാണ് കേട്ടോ. ജഗദീഷ് ചേട്ടന്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എക്സ്പെക്ട് ചെയ്ത മേക്കിംഗ് ഒക്കെ ആയിട്ട് ഒരു ഫ്ലോസും പറയാനില്ല. അതില് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്യണതിന്റെ ഈ വയലൻസ് എന്ന് കേട്ടിട്ടായിരിക്കും വരുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നതിന്റെ മേളിലാണ്. വില്ലന് പുള്ളിക്കാരനും നല്ല, അതായത് ലാസ്റ്റ് കുറച്ച് മിനിറ്റത്തേക്ക് ഉണ്ടായിരുന്നെങ്കിലും പുള്ളിക്കാരനും
നൈസ് മൂവി വയലൻസ് ഒക്കെ ഒരുപാട് ലൈക്ക് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഓഫ് വയലൻസ് ആണ് അവിടെ ഉള്ളത്. വയലൻസ് ആയിരുന്നോ അതോ കുറഞ്ഞു പോയോ എങ്ങനെയാണ്? അല്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെ കണ്ട് ലെവൽ കൂടിയ നമ്മളിപ്പോ കില്ല് കണ്ടില്ലേ, ട്രെയിൻ സീക്വൻസ് ഒക്കെ കണ്ടില്ലേ, അതിനെക്കാട്ടും കൂടിയ ഒരു സാധനമാണ്. ഇതിനപ്പുറം ഒരു വയലൻസ് സിനിമ വരേണ്ടതുണ്ടോ അതോ? അല്ല ഇതിപ്പോ പച്ചക്ക് അല്ല ഇത് റോ സാധനമാണ്. ലൈക്ക് ഒരാളുടെ ഫൈറ്റ് ചെയ്യുന്നതായിരുന്നാലും ഫൈറ്റ് ചെയ്തിട്ട് ബ്ലഡ് വരുന്നതായിരുന്നാലും അത് കഴിഞ്ഞിട്ടുള്ള സീക്വൻസ് ഒക്കെ ആയിരുന്നാലും റോ സീക്വൻസ് ആണ് കാണിക്കുന്നത്. എക്സ്ട്രീം സാധനം. Performance ഒക്കെ എങ്ങനെയുണ്ടല്ലോ? പെർഫോമൻസ് ഫോർ മീ കുറച്ചും കൂടി പുഷ് ചെയ്യുന്നു. ഡയലോഗ് ഡെലിവറി കുറച്ചും കൂടി പുഷ് ചെയ്യായിരുന്നു. ഞെട്ടിച്ചതാരാണ് ഇതില്? ചേട്ടനാണോ, സിദ്ദീഖാണോ? എല്ലാരും സൂപ്പർ ആയിരുന്നു. വില്ലൻ എങ്ങനെയുണ്ട് last വന്ന്? എല്ലാം കൊള്ളാം, നൈസാണ്. പക്ഷെ എസ്പെഷ്യലി ഉണ്ണിമുകുന്ദൻ കുറെ ദിവസമായിട്ട് അതെ അല്ല ഉണ്ണിമുകുന്ദന്റെ വേറൊരു ഫേസ് ആണ്. ആൻഡ് കരിയറിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് എന്ന് പറയാം. Okay, satisfied ആണോ? അതെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. എങ്ങനെയുണ്ടായിരുന്നു? ഉണ്ണിമുകുന്ദൻ എങ്ങനെയുണ്ട്? അടിപൊളി നെട്ടിച്ച് എങ്ങനെയുണ്ട്? അത്ഭുതങ്ങള് എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര വയലൻസ്. ഞെട്ടിപ്പോയായിരുന്നു പടം കണ്ടിട്ട്? പടം കണ്ടിട്ട് ഇത് കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വയലൻസ് അല്ല ഇത്. ഭയങ്കര ഫാമിലിക്കൊന്നും കാണാൻ പറ്റില്ല. വളരെ ടെറിബിൾ, ഇതിനെ ഹൊറിബിൾ. മുന്നേ സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല ഇത് ഭയങ്കര ഹൊറിബിൾ. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെയും? എല്ലാവരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട്. ഏത് ചേട്ടൻ, സിദ്ദീഖ്? അതെ എല്ലാവരുടെയും നന്നായിട്ടുണ്ട്. ഉണ്ണി എങ്ങനെയുണ്ടായിരുന്നു? ഉണ്ണിമുകുന്ദൻ ഫാന്റാസ്റ്റിക്.